ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കെ വി സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 3 ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. There were 4 friends: സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? സർക്കിളും സ്ക്വയറും ട്രയാങ്കിളും റെക്റ്റാങ്കിളും നല്ല 4 കൂട്ടുകാരായിരുന്നു. One day there began a fight between the friends. എന്താ സംഭവിച്ചേ? ഒരു ദിവസം ഇവര് വഴക്കിടാനായിട്ട് തുടങ്ങി. എന്ത് പറഞ്ഞ അവര് വഴക്കിട്ടേന്ന് നോക്കിയാലോ. ഈച്ച് ഓഫ് ദം സെഡ് they were the best. നമ്മുടെ റെക്റ്റാങ്കിൾ പറഞ്ഞു ഞാനാണ് നിങ്ങളെക്കാളിലും ബെസ്റ്റ് എന്ന്. അപ്പൊ സർക്കിൾ സമ്മതിച്ചില്ല. സർക്കിൾ പറഞ്ഞു അല്ല, ഞാനാണ് ബെസ്റ്റ് എന്ന്. സ്ക്വയർ പറഞ്ഞു ഞാനാണ് ബെസ്റ്റ് എന്ന്. ട്രയാങ്കിൾ പറഞ്ഞു നിങ്ങളെല്ലാരും പറയുന്ന തെറ്റായ കാര്യമാണ്, ഞാനാണ് ബെസ്റ്റ് എന്ന്. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? ഇടിയിടാനായിട്ട് തുടങ്ങി. എന്നിട്ട് എന്താ സംഭവിച്ചത്? സർക്കിൾ സാഡ്, സർക്കിൾ പറഞ്ഞു ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ബെസ്റ്റ്. ഐ ആം റൗണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ, കാരണം ഞാൻ റൗണ്ടാണ്, വട്ടത്തിലാണുള്ളത്. അതുപോലെ ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, സുന്ദരനുമാണ്. ഐ ഹാവ് നോ ഷാർപ്പ് എഡ്ജസ്, നിങ്ങളെപ്പോലെ എനിക്ക് ഷാർപ്പായിട്ടുള്ള കൂർത്ത എഡ്ജസ്, വക്കുകളൊന്നും തന്നെ ഇല്ല. ചിൽഡ്രൻസ് യൂസ് മീ ടു ഡ്രോ സ്മൈലിംഗ് ഫേസ്, കുട്ടികൾ എന്നെ ഉപയോഗിച്ചിട്ട് സ്മൈലിംഗ് ഫേസ്, ചിരിച്ചു കൊണ്ടിരിക്കുന്ന മുഖം വരയ്ക്കാറുണ്ട്. There are so many beautiful things in my shapes. ഇത് കൂടാതെ റൗണ്ടിലുള്ള, വട്ടത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റിനും കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ബെസ്റ്റ്. നമുക്ക് വട്ടത്തിൽ കാണാൻ, റൗണ്ട് ഷേപ്പിൽ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിലെ ക്ലോക്ക്, അതുപോലെ സണ്ണ്, ആപ്പിള്, നമ്മുടെ ഗോലി, അതുപോലെ നമ്മൾ കഴിക്കുന്ന ലോലിപോപ്പ്, പിന്നെ ബോള് അല്ലേ. അതുകൊണ്ട് ഞാനാണ് ദ ബെസ്റ്റ് എന്ന് സർക്കിൾ പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ദ അതർ ഷേപ്സ് റെഫ്യൂസ് ടു എഗ്രി വിത്ത് ദ സർക്കിൾ. നമ്മൾ സർക്കിൾ പറഞ്ഞ് കേട്ടോണ്ട് നിന്നിരുന്ന റെക്റ്റാങ്കിളും സ്ക്വയറും ട്രയാങ്കിളും അവനോട് യോജിക്കാൻ തയ്യാറായില്ല. സ്ക്വയർ then said, അപ്പൊ സ്ക്വയർ പറഞ്ഞു ഐ ആം ദ ബെസ്റ്റ്, അല്ല നീ പറഞ്ഞത് തെറ്റാണ്, ഞാനാണ് നമ്മളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഐ ഹാവ് 4 sides, കാരണം എന്താണ്? എനിക്ക് 4 സൈഡുകളാണുള്ളത് അല്ലേ. 1 2 3 4 ആൻഡ് ഓൾ ഓഫ് ദം ആർ ഈക്വൽ ഇൻ സൈസ്. എൻ്റെ സൈഡിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാത്തിനും ഒരേ നീളമാണ് ഉള്ളത്. ചിൽഡ്രൻ ഈറ്റ് മെനി സ്വീറ്റ്സ് വിച്ച് ആർ സ്ക്വയർ ഇൻ ഷേപ്പ്. നമ്മൾ സ്ക്വയർ പറയുകയാണ്, കുട്ടികൾ കഴിക്കുന്ന ഒരുപാട് സ്വീറ്റ്സ്, മധുര പലഹാരങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഷേപ്പ് എങ്ങനെയാണ്? സ്ക്വയർ രൂപത്തിലാണുള്ളത്. ഇതേണ്ട ബോംബെ പൂട, നമ്മുടെ ചോക്ലേറ്റ്, ജെല്ലി, ഇവയൊക്കെ. ഐ ലുക്ക് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് സോ ഐ ആം ദ ബെസ്റ്റ്. എന്നെ കാണാൻ ഒരുപാട് സുന്ദരനാണ്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് നമ്മുടെ സ്ക്വയർ പറഞ്ഞു. അപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ള കുറേ വസ്തുക്കൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലോക്ക്, അതുപോലെ നമ്മുടെ ബർത്ത്ഡേ പ്രസൻറ്റ്, പിന്നെ വേണ്ട ഈ ജനാല നോക്കിക്കേ. ഇതിൻ്റെ പ്രത്യേകത, ഇതിനകത്തിൽ നമുക്ക് 1 2 3 4 4 ചെറിയ സ്ക്വയറും കാണാനും പറ്റും, അതുപോലെ ഒരു വലിയ സ്ക്വയറും കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ലൂഡോയും ഏണിയും പാമ്പും ഒക്കെ കളിക്കുന്ന നമ്മുടെ ഐസ്, പിന്നെ നമ്മൾ ക്യാരംസ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? സ്ക്വയർ ഷേപ്പിലുള്ള തിങ്സിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ. ആഫ്റ്റർ ലിസണിങ് ടു ദിസ്, സ്ക്വയർ പറയുന്നത് കേട്ടപ്പോൾ ട്രയാങ്കിൾ സെഡ് ഇൻ ലൗഡ് വോയിസ്,
ഉച്ചത്തിൽ നമ്മുടെ ട്രയാങ്കിൾ പറയാനായിട്ട് തുടങ്ങി. ഐ ആം ദ ബെസ്റ്റ്. നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമാണ്, നിങ്ങളെക്കാട്ടിലും ഞാനാണ് ബെസ്റ്റ് എന്ന്. ജസ്റ്റ് ലുക്ക് അറ്റ് മീ. അവൻ പറയുകയാണ്, എല്ലാവരും എന്നെ ഒന്ന് നോക്കിയേ. ചിൽഡ്രൻ യൂസ് മീ ടു ഡ്രോ മൗണ്ടൻസ്. ആ കുട്ടികൾ ആദ്യം പടം വരയ്ക്കുന്ന സമയത്ത് അവരുടെ പടത്തിൽ മൗണ്ടൻസ് ആണ് വരയ്ക്കുന്നത്. എൻ്റെ ഷേപ്പ് ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് വരയ്ക്കുന്നത്? മൗണ്ടൻസ് വരയ്ക്കുന്നത്. ദേ എൻജോയ് മെനി യമ്മി സ്നാക്സ് ഇൻ മൈ ഷേപ്പ്. ഇത് കൂടാതെ എൻ്റെ ഷേപ്പിലുള്ള ഒരുപാട് സ്നാക്സും അവർ ആസ്വദിച്ച് കഴിക്കാറുണ്ട്. ഇത് കണ്ടില്ലേ, ചിപ്സ് ആണല്ലോ. അതുപോലെ ഇതെന്താണ്? ഐസ്ക്രീം. ഐസ്ക്രീമിൻ്റെ മേൽഭാഗം എന്തുപോലാണ് ഇരിക്കുന്നത്? ട്രയാങ്കിൾ പോലെ. ഇത് തണ്ണിമത്തൻ്റെ പീസാണല്ലോ, ബത്തക്കയുടെ പീസാണല്ലോ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണ്? സോ ഐ ആം ദ ബെസ്റ്റ്. ട്രയാങ്കിൾ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ദ ബെസ്റ്റ് എന്ന്. അപ്പം ട്രയാങ്കിൾ ഷേപ്പിലുള്ളതാണ് നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ തലയിൽ വെക്കുന്ന ഈ തൊപ്പി. അതുപോലെ നമ്മുടെ കുട തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. നമ്മുടെ തുണിയൊക്കെ തൂക്കിയിടാൻ ഉപയോഗിക്കുന്ന ഹാങ്കർ എന്ത് ഷേപ്പിലാണുള്ളത്? ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ? ലിസ്ണിംഗ് ടു ദ അതർ 3 ഫ്രണ്ട്സ് റെക്റ്റാങ്കിൾ ലാഫ്ഡ് അലൗഡ്. ബാക്കി 3 ഫ്രണ്ട്സുകൾ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ ഉച്ചത്തിൽ അങ്ങ് ചിരിച്ചു. ചിരിച്ചുകൊണ്ട് നിൽക്കുമല്ലേ? ഓഫ് കോഴ്സ് നോട്ട്. നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ്. നോ വൺ ക്യാൻ ബി ബെറ്റർ ദാൻ മീ. എന്നെക്കാട്ടിലും ബെറ്ററായിട്ട് ഒരാളും തന്നെ ഇല്ല. ഐ ഹാവ് 4 സൈഡ്സ്. എനിക്ക് എത്ര സൈഡുണ്ട്? 1 2 3 4. 4 സൈഡ്സ് ഉണ്ട്. 2 are equally long and 2 are equally short. ഇനി എൻ്റെ ഈ 4 സൈഡിനൊരു പ്രത്യേകതയുണ്ട്. നീളമുള്ള 2 സൈഡുകൾ തുല്യമായിട്ടുള്ളതാണ്. അതുപോലെ നീളമില്ലാത്ത 2 സൈഡും ഈക്വൽ ആണ്. ഐ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. എന്നെ കാണാൻ ഒരുപാട് സുന്ദരനാണ്. ചിൽഡ്രൻ എൻജോയ് ബിസ്കിറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ് ഇൻ റെക്റ്റാങ്കിൾ ഷേപ്പ്. കുട്ടികൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് ആസ്വദിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ചോക്ലേറ്റ്സും വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് കഴിക്കാറുണ്ട് എന്ന് നമ്മുടെ റെക്റ്റാങ്കിൾ പറഞ്ഞു. ദേ ഓൾസോ യൂസ് സോ മെനി തിങ്സ് ഇൻ മൈ ഷേപ്പ്. റെക്റ്റാങ്കിൾ പറയുകയാണ്, ഇത് കൂടാതെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരുപാട് സാധനങ്ങൾ അവർ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇറേസർ, നോട്ട് ബുക്ക്, ഇത് കൂടാതെ സ്കെയില്, പെൻസില് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഐ ആം ദ ബെസ്റ്റ് അറ്റ് ദ റെക്റ്റാങ്കിൾ. അതുകൊണ്ട് തന്നെ ഞാനാണ് നിങ്ങളെക്കാളിലും ബെസ്റ്റ് എന്ന് നമ്മുടെ റെക്റ്റാങ്കിൾ പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചേ? വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ നൗ? ഇപ്പം എന്തായിരിക്കും സംഭവിച്ചേ? അവർ തമ്മിൽ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണ് ബെസ്റ്റ് എന്നും പറഞ്ഞ് അടിയിടാനായിട്ട് തുടങ്ങിക്കാണും അല്ലേ? ദ ഫ്രണ്ട്സ് കുഡ് നോട്ട് ഡിസൈഡ് ഹൂ വാസ് ദ ബെസ്റ്റ് എമോങ് ദം. ഈ കൂട്ടുകാർക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. അവരിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. ദേ ഡിസൈഡഡ് ടു ആസ്ക് ദ ഫസ്റ്റ് പേഴ്സൺ ദേ മീറ്റ്. അതുകൊണ്ട് തന്നെ അവർ തീരുമാനിച്ചു അവർ കാണുന്ന ആദ്യത്തെ ആളോട് ചോദിക്കാം, ഞങ്ങളിൽ ആരാണ് ബെസ്റ്റ് എന്ന്. ആഫ്റ്റർ സം ടൈം, അങ്ങനെ കുറേ സമയം കഴിഞ്ഞു, ദേ മെറ്റ് എ സ്റ്റാർ. അപ്പോൾ അവരാരെ കണ്ടുമുട്ടി? സ്റ്റാറിനെ കണ്ടുമുട്ടി. നിൽക്കുന്നു നമ്മുടെ സ്റ്റാർ. They stopped her and told her of their fight. ഇവർ 4 പേരും കൂടെ നിന്നോ ചെയിൻ പോലെ നിന്നിട്ട് നമ്മുടെ സ്റ്റാറിനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് അവരുടെ ഇടിയെ പറ്റി സ്റ്റാറിനോട് പറഞ്ഞു. They asked her to decide who was the best among them. എന്നിട്ട് അവളോട് അവർ പറഞ്ഞു, ഇവരിൽ ഈ 4 പേരിൽ ഏറ്റവും ബെസ്റ്റ് ആരാണെന്ന് പറയാനായിട്ട്.
എന്നിട്ട് എന്താ സംഭവിച്ചത്? ദ സ്റ്റാർ വാസ് വൈസ്. നമ്മുടെ സ്റ്റാർ ഭയങ്കര ബുദ്ധിമതിയായിരുന്നു. ഷി ലുക്ക്ഡ് അറ്റ് ഓൾ ഓഫ് ദം. അതുകൊണ്ട് തന്നെ ഈ 4 പേരെയും ആദ്യം നമ്മുടെ സ്റ്റാർ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഷി തോട്ട് ഫോർ എ വൈൽ. എന്നിട്ട് കുറച്ച് സമയത്തേക്ക് അവളൊന്ന് ചിന്തിച്ചു. Then she said, എന്നിട്ട് അവൾ പറഞ്ഞു, all of you are friends. നിങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരാണ്. Then why should you fight? അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് ഇടിയിടുന്നത്? Let me tell you something very important. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. Do you know what you could do if you were together? നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്കറിയാമോ? യു കുഡ് ക്രിയേറ്റ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ആൻഡ് പാറ്റേൺസ്. ജസ്റ്റ് ലുക്ക് അറൗണ്ട്. നിങ്ങളുടെ ചുറ്റിനുമൊന്ന് നോക്കിയേ. നിങ്ങൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മനോഹരമായിട്ടുള്ള പിക്ചറുകളും പാറ്റേൺസുകളും ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ചിത്രം കണ്ടില്ലേ? ഇതിനകത്തിൽ നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് കാണാനായിട്ട് പറ്റും, ട്രയാങ്കിൾ ഷേപ്പ് കാണാനായിട്ട് പറ്റും, സ്ക്വയർ കാണാനായിട്ട് പറ്റും. ഇനിയും ഇവിടെ ഒരു ചെറിയ റൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും കാണാനായിട്ട് പറ്റും? നമ്മുടെ റൗണ്ടിനെയും സർക്കിളിനെയും കാണാനായിട്ട് പറ്റും. അപ്പം ഇവർ 4 പേരും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിത്രമാണ് ഇത്. ഇവർ 4 പേരും കൂടി ചേർന്നപ്പോഴല്ലേ ഇത് കാണാൻ മനോഹരമായിരിക്കുന്നത് അല്ലേ? അത് തന്നെയാണ് നമ്മുടെ സ്റ്റാർ പറഞ്ഞതും. We find amazing designs and things in all the shapes. ഇത് കൂടാതെ നമുക്ക് ഓരോ ഷേപ്പിൽ, ഇപ്പം സർക്കിൾ എടുക്കുകയാണെങ്കിൽ സർക്കിളിൻ്റെ ഷേപ്പിൽ, സ്ക്വയർ എടുക്കുകയാണെങ്കിൽ സ്ക്വയറിൻ്റെ ഷേപ്പിൽ, അതുപോലെ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ, റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിൽ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള, അമേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള ഡിസൈൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ആവശ്യമില്ലാത്ത വഴക്ക് ഇവിടെ നിർത്തുക. ടുഗദർ വി ഓൾ ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടേഴ്സ്, അത്ഭുതങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ബുദ്ധിമാനായിട്ടുള്ള സ്റ്റാർ പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ അടുത്ത പാഠവുമായിട്ട് കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.